നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയാക്കാൻ ഇൻ്റർനാഷണൽ കോർട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇതോടുകൂടി നെതന്യാഹു ആകെ വെട്ടിലായിരിക്കുകയാണ്. ഗസയിൽ നെതന്യാഹു നടത്തിയത് വംശഹത്യയാണെന്ന് ഇൻ്റർനാഷണൽ കോർട്ട് വിധിച്ചിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയാണ് കേസ് ഫയൽ ചെയ്തത്. ഗസയിൽ വലിയൊരു വംശഹത്യയാണ് നെതന്യാഹു നടത്തിയത്. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ വംശഹത്യ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ക്രൂരമായ വംശഹത്യ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കോർട്ട് നിർബന്ധിതരായിരിക്കുന്ന അവസ്ഥയാണ്. ഇതോടുകൂടി നെതന്യാഹുവിൻ്റെ സകല തന്ത്രങ്ങളും സകല ക്രൂരതകളും അഴിഞ്ഞ് വീഴുകയാണ്. തിരിച്ചടിക്കുകയാണ് ക്രൂരതകൾ നെതന്യാഹുവിനെ. ആ തിരിച്ചടി ഏറ്റുവാങ്ങാൻ വിധി നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചിരിക്കുന്നു. അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇൻ്റർനാഷണൽ കോർട്ടിൻ്റെ ഈ തീരുമാനത്തിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത കേസ് കോടതിയിൽ എത്തിയിരിക്കുന്നു. അതിൽ നടപടിയെടുക്കാൻ ഇൻ്റർനാഷണൽ കോർട്ട് നിർബന്ധിതരായിരിക്കുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. വെടിനിർത്താൻ നെതന്യാഹു നിർബന്ധിതനായിരിക്കുകയാണ്. 40 ദിവസമെങ്കിലും വെടിനിർത്തണമെന്ന് ഹമാസിനോട് യാചിച്ചു കഴിഞ്ഞു ഇസ്രായേൽ. പക്ഷേ സമ്പൂർണ്ണ വെടിനിർത്തലാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. സമ്പൂർണ്ണമായ വെടിനിർത്തൽ, അല്ലാതെ 40 ദിവസത്തെ വെടിനിർത്തൽ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് ഹമാസ് പറയുന്നു. ഹമാസിൻ്റെ ആവശ്യം സ്വതന്ത്ര പലസ്തീനാണ്. മാത്രമല്ല ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന, പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്യണം. ഈ ആവശ്യമാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 40 ദിവസത്തെ വെടിനിർത്തൽ എന്ന ആശയത്തിലേക്ക്, എന്ന അപേക്ഷയിലേക്ക് ഇസ്രായേൽ പോയി കഴിഞ്ഞതിന് പിന്നാലെയാണ് നെതന്യാഹുവിൻ്റെ അറസ്റ്റിൻ്റെ വാർത്തകൾ വന്നിരിക്കുന്നത്. യുദ്ധക്കുറ്റവാളിയായി നെതന്യാഹുവിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇൻ്റർനാഷണൽ കോർട്ട്. എല്ലാ രാജ്യങ്ങളും നെതന്യാഹുവിനെ തള്ളിപ്പറഞ്ഞു. അമേരിക്കയ്ക്ക് പോലും, നെതന്യാഹുവിൻ്റെ ഉറ്റ സുഹൃത്തായ ജോ ബൈഡന് പോലും നെതന്യാഹുവിൻ്റെ തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. പല പ്രാവശ്യം അവർ അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ നെതന്യാഹു ആകെ കുടുങ്ങിയിരിക്കുന്നു. അമേരിക്കയും ബ്രിട്ടനും എങ്ങനെ നെതന്യാഹുവിനെ സംരക്ഷിക്കും എന്നതിനെപ്പറ്റി ചർച്ചകൾ നടത്തുന്നു. ലോകത്തിൻ്റേതായ ഒരു നിയമമുണ്ട്. ആ നിയമം പാലിച്ചേ പറ്റൂ. ഇൻ്റർനാഷണൽ കോർട്ടിൻ്റെ നിയമം വളരെ ശക്തമായ നിയമമാണ്. അതിനെ അതിലംഘിക്കുക വലിയ പ്രയാസമാണ്. എന്തായാലും ദക്ഷിണാഫ്രിക്കയ്ക്കാണ് ഇപ്പോൾ കയ്യടി ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്നാണ് ദക്ഷിണാഫ്രിക്ക കേസ് ഫയൽ ചെയ്തപ്പോൾ പറഞ്ഞത്. ആ വംശഹത്യയ്ക്ക് ഒരുക്കം കൂട്ടുന്നത് നെതന്യാഹു ആണെന്നും പറഞ്ഞു. അതോടെ നെതന്യാഹു പെട്ടു എന്നുള്ളതാണ് സത്യം. എന്തായാലും എല്ലാം കൊണ്ടും നെതന്യാഹുവിന് കഷ്ടകാലം.